Welcome to Kiddo Heaven. Hi children, how are you? Hi children, how are you? How are you today? How are you today? I hope you all are fine. Okay, children, today we are going to learn the concept of one and many. നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? One and many. Okay, we use one for one object. We use one for one object. ഒരു വസ്തുവിനെ one വെച്ചിട്ടാണ് പറയാറ്. For example, one teacher, one pen, one book. Okay. ഒരു വസ്തുവിനെ one വെച്ചിട്ടാണ് പറയാറ്. We use many for more than one objects. ഒരുപാട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മെനി വെച്ചിട്ടാണ് പറയാ. ഫോർ എക്സാമ്പിൾ മെനി പെൻസ്, ഒരുപാടില്ലേ, അപ്പൊ എന്താ പറയാ? മെനി പെൻസ്. ഓക്കെ, നോക്കിക്കേ, ഇത് ഒരുപാട് ബുക്സ് ഉണ്ട് ഇല്ലേ, അപ്പൊ എന്താ പറയാ? മെനി ബുക്സ്. ഒന്നാണെങ്കിൽ വൺ ബുക്ക്, ഒരുപാടുണ്ടെങ്കിൽ മെനി ബുക്സ്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ നോക്കിക്കേ. വൺ മീൻസ് സിംഗുലർ ആൻഡ് many means plural. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. സിംഗുലർ ഫോമിലാണ് നമ്മൾ വൺ ഒബ്ജക്റ്റിനെ പറയാറ്. മെനി ഒബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ ഫോമിലാണ് പറയാറ്. ഓക്കെ, എല്ലാവരും നോക്കിക്കേ. What is this? What is this? Star. Okay, star. ഞാൻ ഇവിടെ സ്റ്റാർ എന്ന് എഴുതാൻ പോവാണ്. സ്പെല്ലിംഗ് പറഞ്ഞേ. Yes, T A R, star. Okay, one star. Okay, ഈ സ്റ്റാർ എന്നുള്ളത് സിംഗുലർ ഫോം ആണ്. ഇതിനെ നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് ചേഞ്ച് ആക്കണം. അപ്പൊ എങ്ങനെ വരാന്ന് അറിയോ? സ്റ്റാർസ്. എന്താ? സ്റ്റാർസ്. ഓക്കെ, S T A R S, സ്റ്റാർസ്. സിംഗുലർ ഫോമിൽ സ്റ്റാർ എന്നായിരിക്കും, അത് പ്ലൂറൽ ഫോമിലേക്ക് മാറുമ്പോൾ ലാസ്റ്റ് S വരും. മനസ്സിലായില്ലേ? മനസ്സിലായോ? സിംഗിൾ ഫോമിലുള്ള വേർഡ്സ് പ്ലൂറൽ ഫോമിലേക്ക് മാറുമ്പോഴേ ആ വേർഡ്സിന്റെ ലാസ്റ്റ് എസ് ലെറ്റർ വരും. While changing from singular to plural, we generally add s to the end of the word. മനസ്സിലായോ? സിംഗുലർ ഫോമിൽ നിന്നും പ്ലൂറൽ ഫോമിലേക്ക് മാറുമ്പോഴേ ആ വേർഡിന്റെ ലാസ്റ്റിലെ s എന്നുള്ള ലെറ്റർ വരും. ഓക്കെ, ഞാൻ അതുപോലെ ഇതൊന്ന് പറഞ്ഞേ. What is this? Cat. Cat. Spelling പറഞ്ഞേ. C A T, cat. Cat. അത് പ്ലൂറൽ ഫോമിലേക്ക് വരുമ്പോൾ എന്താവും? Cat എന്നുള്ളത് cats. Very good. Cat, cats. Okay, അപ്പോൾ ഞാൻ ഇവിടെ cats എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതാ? C A T, cat. Cats എന്നാണ്. പ്ലൂറൽ ഫോമിൽ ലാസ്റ്റ് എന്തുണ്ടാവും? S ലെറ്റർ വരും. ഓക്കെ, അപ്പോൾ എന്തായി? Cats. Cat, cats. Okay, last one. What is this? Bowl. Okay, bowl. Spelling പറഞ്ഞേ. B A L L. Bowl. ഇത് സിംഗുലർ ഫോം ആണ്. bowl. ഇത് നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് ചേഞ്ച് ആക്കണം. എങ്ങനെ ചേഞ്ച് ആക്കാ? ഈ L കഴിഞ്ഞിട്ട് S ഇട്ട് കൊടുത്താൽ എന്തായി? bowls. Okay, നോക്കിക്കേ, bowls. മനസ്സിലായില്ലേ? സിംഗുലർ ഫോമിനെ പ്ലൂറൽ ഫോമിലേക്ക് ചേഞ്ച് ആക്കുമ്പോഴേ ആ വേർഡിന്റെ ലാസ്റ്റ് ഏത് ലെറ്റർ ഉണ്ടായിരിക്കും? എസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ലാസ്റ്റ് എന്ത് വന്നിട്ടുണ്ട്? യെസ്. മനസ്സിലായില്ലേ? ഇത് എക്സാമിന് ചോദിക്കും. എക്സാമിന് സിംഗുലർ ഫോംസ് തന്നിട്ട് നിങ്ങളോട് അത് പ്ലൂറൽ ഫോമിലേക്ക് ചേഞ്ച് ആക്കാൻ പറയും. അപ്പൊ എന്താ ചെയ്യാ? ആ വേർഡ്സിന്റെ ഒക്കെ ലാസ്റ്റ് എസ് എഴുതി കൊടുത്താൽ എന്തായി? പ്ലൂറൽ ഫോം ആയി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? വൺ ആണെങ്കിൽ നമ്മൾ സിംഗുലർ ഫോമിലാണ് പറയുക. സ്റ്റാർ, കാറ്റ്, ബോൾ അങ്ങനെ സിംഗുലർ ഫോമിലാണ് പറയുക. മെനി ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ ഫോമിലാണ് പറയുക. പ്ലൂറൽ ഫോം എന്ന് പറയുമ്പോൾ ആ വേർഡിന്റെ ലാസ്റ്റ് എസ് ഉണ്ടായിരിക്കും. സ്റ്റാർസ്, കാറ്റ്സ്, ബോൾസ്. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 6, പേജ് നമ്പർ 6 കണ്ടോ? One and many. Okay. Toy, toys. Cup, cups. Okay, ഇത് നിങ്ങൾ
ഇതുപോലെ ഇവിടെ ഈ താഴെ കൊടുത്ത കള്ളിയിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് എഴുതണേ. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Draw and write the plural forms. Draw and write the plural forms. Okay. Ball. ബോളിന്റെ പ്ലൂറൽ ഫോം എന്തായിരിക്കും? ബോൾസ്. ഓക്കെ, അപ്പോൾ രണ്ട് ബോൾസ് വരച്ചിട്ട് താഴെ ബോൾസ് എഴുതി കൊടുക്കുക. ബോൾ, ബോൾസ്. ഓക്കെ, ഇതുപോലെ താഴെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ. സ്റ്റാറിന്റെ പ്ലൂറൽ ഫോം എന്തായിരിക്കും? സ്റ്റാർസ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാർസ് വരച്ചിട്ട് താഴെ സ്റ്റാർസ് എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായില്ലേ? സിംഗുലർ ഫോമിന് എങ്ങനെയാണ് പ്ലൂറൽ ഫോമിലേക്ക് മാറ്റുക, ചേഞ്ച് ആക്കൽ എങ്ങനെയാണ്? സിംഗുലർ ഫോമിന്റെ ലാസ്റ്റില് എസ് എഴുതി കൊടുത്താൽ എന്തായി? പ്ലൂറൽ ഫോം ആയി. ബോൾ. ബോൾ എങ്ങനെ നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് ചേഞ്ച് ആക്കുക? ആ ബോളിന്റെ ലാസ്റ്റ്, ആ ബോൾ വേർഡിന്റെ ലാസ്റ്റിൽ എസ് എഴുതി കൊടുത്താൽ എന്തായി? പ്ലൂറൽ ഫോം. മനസ്സിലായില്ലേ? ഓക്കെ, എന്നാൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ സിംഗുലർ ഫോംസ് ആണ്. ഇതിനെ നമ്മള് പ്ലൂറൽ ഫോമിലേക്ക് ചേഞ്ച് ആക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ഡോഗ്. ഡോഗ്. ഈ ഡോഗ് എന്ന വേർഡ് പ്ലൂറൽ ഫോമിലേക്ക് എങ്ങനെയാണ് ചേഞ്ച് ആക്കുക? ഈ വേർഡ് ഇതുപോലെ എഴുതുക. ഡോഗ്. DOG. പ്ലൂറൽ ഫോമിലാവുമ്പോഴേ ആ വേർഡിന് ലാസ്റ്റ് ഏത് ലെറ്റർ ഉണ്ടായിരിക്കും? എസ്. അപ്പൊ ഇവിടെ എസ് എഴുതി കൊടുക്കുക. ഡോഗ്, ഡോഗ്സ്. ഡോഗ്, ഡോഗ്സ്. ഓക്കെ, അടുത്തത് റാറ്റ്. റാറ്റ്. റാറ്റിനെ നമ്മള് പ്ലൂറൽ ഫോമിൽ എഴുതണം. എങ്ങനെ എഴുതാ? റാറ്റ്സ്. ഓക്കെ, റാറ്റ്സ് എങ്ങനെ എഴുതാ? RAT. പ്ലൂറൽ ഫോം ആണ്. അപ്പൊ ലാസ്റ്റ് എന്ത് എഴുതി കൊടുക്കുക? യെസ്, റാറ്റ്സ്. മനസ്സിലായില്ലേ? അടുത്തത് എഗ്. 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 എഗ്ഗിനെ നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. എങ്ങനെ എഴുതും? എക്സ് എന്ന് എഴുതണം അല്ലെ? എക്സ്. ഓക്കെ, അപ്പോ എഗ് എന്ന് എഴുതാ. EGG. എഗ് എന്ന് എഴുതിട്ട് ലാസ്റ്റ് എസ് എഴുതി കൊടുത്താൽ എന്തായി? എക്സ്. എന്തായി? എക്സ്. ഓക്കെ, ലാസ്റ്റ് വൺ ഹെൻ. ലാസ്റ്റ് വൺ ഹെൻ. ഓക്കെ, ഹെന്നിനെ നമ്മള് പ്ലൂറൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും? ഹെൻസ്. ഓക്കെ, എങ്ങനെ എഴുതാ? ആദ്യം ഹെൻ എഴുതിയിട്ട് ലാസ്റ്റിൽ എസ് എഴുതി കൊടുത്താൽ എന്തായി? ഹെൻസ്. ഓക്കെ, ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ സിംഗുലർ ഫോമിൽ കൊടുത്തിട്ട് നിങ്ങളോട് അതിന്റെ പ്ലൂറൽ ഫോം എഴുതാൻ പറയും. ഏത് വേർഡ്സ് കണ്ടാലും നിങ്ങൾക്ക് അതിന്റെ പ്ലൂറൽ ഫോം സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? എന്താണ് ഈ സിംഗുലർ ഫോം അതുപോലെ കൊണ്ട് എടുത്ത് എഴുതിയിട്ട് ലാസ്റ്റിൽ എസ് എഴുതി കൊടുത്താൽ എന്തായി? പ്ലൂറൽ ഫോം. നോക്കിക്കേ, ഡോഗ്, ഡോഗ്സ്. rat, rats, egg, eggs, hen, hens. ഇത് സിംഗുലർ ഫോം ആണ്. അതായത് പ്ലൂറൽ ഫോമിൽ വരുമ്പോൾ എന്താണ്? ആ വേർഡ്സിന്റെ ഒക്കെ ലാസ്റ്റ് ആരുണ്ട്? ആരുണ്ട്? യെസ് ലെറ്റർ ഉണ്ട്. നോക്കിക്കേ, അപ്പൊ ഇങ്ങനെ ഏത് വേർഡ്സ് തന്നാലും നിങ്ങൾക്ക് അത് പ്ലൂറൽ ഫോമിൽ ചെയ്യാൻ കഴിയണം. സിമ്പിൾ അല്ലേ? ആ വേർഡ്സ് അതുപോലെ എഴുതുക, ലാസ്റ്റിൽ എസ് എഴുതി കൊടുത്താൽ എന്തായി? പ്ലൂറൽ ഫോം ആയി. അപ്പൊ എല്ലാവരും ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.